അസ്സലാമലൈക്കും. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്ക് യു. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖാണോ? ഹാപ്പി അൽഹംദുലില്ലാ. ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മളുടെ സെഷൻ? എന്തിനെ കുറിച്ചിട്ടാണ്? ആര് പറഞ്ഞുതരും? ഇന്നത്തെ നമ്മുടെ സെഷൻ എന്തിനെ കുറിച്ചിട്ടാണ്? എന്താണ് നമ്മൾ ഇന്നത്തെ സെഷന്റെ ടോപ്പിക്? ആരും ടോപ്പിക് അറിയാതെയാണ് ഇവിടെ എത്തിയത്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്? അതാണ്. താങ്ക് യു സോ മച്ച് ഡിയർ. ബാക്കിയുള്ളവർ എവിടെ പോയി? എല്ലാവരും ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ജീവിതമാകുന്ന കടലിൽ മുങ്ങി താണോ എല്ലാവരും? എല്ലാവരും പണിത്തിരക്കിലാണോ? ആരും വീഡിയോയിൽ വരാനില്ലേ? ഓൾ ആർ ബിസി. താങ്ക് യു സോ മച്ച് സൗദ മാം ഫോർ ഗിവിംഗ് ദറ്റ് സ്മൈൽ. താങ്ക് യു. അങ്ങനെ എല്ലാവരും വീഡിയോയിലൊക്കെ വന്നാൽ നമുക്ക് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. കാരണം ഞാൻ ഇവിടുന്ന് നിങ്ങൾ ആരും വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ സംസാരിച്ചു പോകും. നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ വന്നാൽ എനിക്ക് ആ ഗുണം കൂടി ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? അപ്പൊ നമുക്ക് ഇന്നത്തെ സ്ട്രേറ്റ് ടോപ്പിക്കിലേക്ക് അങ്ങ് കിടന്നാലോ? ഞാനൊന്ന് പറയട്ടെ. നമ്മള് മനസ്സ് തുറന്ന് കാട്ടിക്കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മനസ്സ്. ആണോ അല്ലയോ? ആണോ? നമ്മൾ വിചാരിക്കും എല്ലാം അതെ അതെ. മനസ്സ് തുറന്നിട്ടാണ് ഉള്ളത്. പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമൊന്നും അല്ല. അപ്പൊ നമ്മൾ മനസ്സ് തുറന്ന് കാട്ടിയാലും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു ഭാഷയാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഇന്നത്തെ നമ്മളുടെ ഭാഷ. എന്താണത്? തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ അങ്ങനെ സ്പെഷ്യൽ സിറ്റുവേഷൻ ഒന്നും വേണ്ട. ഓ, ഈ സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിക്കുക, ഈ സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കൂല, അങ്ങനെയൊന്നുമില്ല. ആണോ അല്ലയോ? ഏത് സാഹചര്യത്തിലും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. സോ ഹൈ ഡിയേഴ്സ്, ഇവിടെ കുറേ പേർക്കൊക്കെ എന്നെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഐ എം ലൈല നസീം, എ പേഴ്സണൽ ഇമ്പാക്ട് കോച്ച്, എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ ആൻഡ് കോ ഫൗണ്ടർ ഓഫ് പ്രെറ്റോറിയ ജെഹം. ഓക്കെ. ഇന്നത്തെ നമ്മളുടെ വെബിനാറിന്റെ ടോപ്പിക് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്? കുറേ പേര് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് നമ്മളെ പ്രിയപ്പെട്ട സൗദ മാം. സൗദ മാം ആ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്താണ് മാമിന് തോന്നിയത് എന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റിയാണ്, നമ്മളുടെ ഓൾ മെമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് എന്താ തോന്നിയത്? എന്താ തോന്നിയത്? നമുക്കിങ്ങനെ ലൈവായിട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ലല്ലോ. ഒരാൾ മാത്രം അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പിന്നെ ഒന്നും രസം ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണെന്നാണ് സൗദ മാം ആണ് ഫസ്റ്റ് പേഴ്സൺ ടു റിപ്ലൈ ഇൻ ദാറ്റ്. അപ്പൊ നമ്മൾ സൗദ മാമിന് ഒരു കയ്യടി കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ മാത്രം എന്തിനാ ഇടുന്നത്, വേണ്ട ബാക്കി ആരെങ്കിലും ഇടട്ടെ, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാം, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഷി ഗേവ് ആൻ ആൻസർ. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് കയ്യടിക്കണം. ഇന്ന് എന്തായാലും സൗദ മാം അതേ സംഭവം ഒന്നും കൂടി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ഇത് നമ്മള് എല്ലാവരും നമ്മള് മനസ്സിലാക്കണം എന്നില്ലല്ലോ. നമ്മള് എത്ര തുറന്നു കാട്ടിയാലും അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ വരാന് ഒരു നിമിഷം മതി. അവരോടൊന്ന് ചിരിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ദേ ഇപ്പൊ വർത്താനം പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒന്ന് ചിരിച്ചില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി എവിടെയോ ഒരു ചിരി കാരണം ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. റൈറ്റ്? അപ്പോ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറേ കാരണങ്ങളൊന്നും വേണ്ട അല്ലെ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നെറ്റ് പോയോ? ഇല്ലല്ലോ. ഇടക്കിടക്ക് ഞാൻ ഇത് നോക്കുന്ന എന്താണ്, ഇടക്കിടക്ക് എൻ്റെ നെറ്റ്വർക്കിന് ഒരു കളിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഹസ്ബൻഡ് വൈഫ്. ഓക്കെ. ഹസ്ബൻഡ് രാവിലെ ഇന്ന സമയത്ത് ജോലിക്ക് പോകാനുണ്ട്. വൈഫ് വിളിച്ചിട്ടുണ്ട്, എണീക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈഫിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോയി. ഓക്കെ. പിന്നെ ഈ ഹസ്ബൻഡ് എണീറ്റിട്ടില്ല. ലേറ്റായി. ലേറ്റായി ഇയാൾ എണീറ്റപ്പോൾ വൈഫിനോട് പറയാ, നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ, പടച്ചോനേ, ഇനി ഞാൻ എങ്ങനെ പോവെന്ന് പറഞ്ഞ് ചട്ടപ്പട്ടെ ഫുഡൊന്നും കഴിക്കാതെ എണീച്ച് ഓടി. ട്രാഫിക്കിലും പെട്ടു. മൊത്തം കുളമായി ചളമായി എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ലേറ്റ് ആയിട്ട് ടെൻഷനായി. അങ്ങനെ ഓഫീസിലെത്തിയ ഹസ്ബൻഡിന് ഇങ്ങനെ വൈഫ് വിചാരിക്കും, പക്ഷേ രാവിലെ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ആയിട്ട് പോയതല്ലേ, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം.
എന്താ അവിടെ എത്തിയോ, എത്തിയിട്ടൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്തു. 3-4 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും ആള് ഫോൺ എടുത്തില്ല. അപ്പൊ എന്താണ് വൈഫ് ധരിക്കുക, ആദ്യം നമുക്ക് ധരിക്കുക അല്ലെ, എന്നിട്ട് വേണം തെറ്റിദ്ധരിക്കാൻ. അപ്പോ എന്താണ് ആ വൈഫിന് അപ്പൊ തോന്നിയിട്ടുണ്ടാവുക? എന്താ തോന്നിയിട്ടുണ്ടാവുക? 3-4 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. എന്ത് വിചാരിക്കും? സാബിറ മാം പറയൂ. ഞാൻ പറഞ്ഞ ദേഷ്യം കൊണ്ടാണോ അതോ എന്തൊക്കെയോ ആ മനസ്സിൽ ഇയാൾ എന്നോട് വന്നിക്കണാണാവോ ഞാൻ എന്തോ പറഞ്ഞു. ദേഷ്യമുണ്ട്, എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആണോ? അല്ല. അല്ലേ? അല്ല ഹസ്ബൻഡ് ചിലപ്പോൾ അല്ല നല്ല ലേറ്റ് ആയിട്ട് പോയതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ഹെക്ടിക് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ പെടുമ്പോഴേക്കും ഫോൺ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നോ? ശരിയാണ് ആ ഒന്നും. അതാ പറഞ്ഞത്, ഈ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ, ഒരു കാരണം അങ്ങനെയൊന്നും വേണ്ട. സോ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശമായി ചിന്തിക്കുകയോ പറയുകയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ? തെറ്റിദ്ധരിക്കുകയാണ്. ഇതിനാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. എല്ലാവർക്കും ബേസിക്കലി ഇതിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ഇത്ര ഇത്ര ഡെഫിനിഷൻ ഓക്കെ. നീട്ടി ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടോ? തെറ്റിദ്ധാരണയെ കുറിച്ചിട്ട് ഇത്ര വലിയ ഡെഫിനിഷൻ എപ്പോഴെങ്കിലും? നല്ലൊരു വിശദീകരണം, ചെറിയൊരു ഒരു വാചകത്തിൽ കൂടെ നല്ലൊരു വിഷയമായിട്ട് വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മളുടെ മാഗി നൂഡിൽസ് പോലെയാ. എന്തായിരിക്കും കാരണം? തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിലിടുമ്പോഴേക്കും അങ്ങനെ കുക്കായി വന്ന് നമുക്ക് വേഗം എടുത്ത് കഴിക്കാം അല്ലെ? നൂഡിൽസ് പോലെ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും തെറ്റിദ്ധാരണ ശരിയായി. പക്ഷെ ശരിയായ ധാരണ, ഒരാളെ കുറിച്ച് നല്ലത് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പണിയെടുക്കണം? നമ്മളെ കുറിച്ചിട്ട് ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട, സിറ്റുവേഷനും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഈ മാഗി നൂഡിൽസ് പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയിട്ട് ശരിയാക്കാം. പക്ഷെ ഒരു നല്ല ധാരണ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? നമ്മൾ എഫേർട്ട് എടുത്തേ ഒത്തിരി പണിയാണ്. പറ്റുള്ളൂ. നല്ല എഫേർട്ട് എടുത്തേ ഒത്തിരി പറ്റുള്ളൂ. എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലാസ്റ്റ് ആയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണ ലോകം ഒട്ടാകെ നടക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. ലാസ്റ്റ് നിങ്ങളുടെ തലയിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ലാസ്റ്റ് ടൈം യു ഗോട്ട് മിസ്അണ്ടർസ്റ്റുഡ്, ഞാൻ ഇതല്ലല്ലോ വിചാരിച്ച്, ഇവരെന്താ ഇങ്ങനെ കരുതി എന്ന് തോന്നിയ ഒരവസ്ഥ? എനിത്തിങ്? ഒരുപാടുള്ളതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലെ? ഡെയിലി തെറ്റിദ്ധാരണ മാത്രമാണോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒന്നെടുക്കോ? കമാൺ, ആര് പറയും? ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് അതൊരു തെറ്റിദ്ധാരണ ആയി പോയല്ലോ. എനിക്ക് തോന്നുന്നു സൗദ മാം ഫസ്റ്റ് പറഞ്ഞ സംഭവം കറക്റ്റ് ആണ്. ഒരു സ്മൈല് കാരണം തെറ്റിദ്ധാരണ പറ്റുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കുറെ കാരണം, പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞാൻ എങ്ങനെ ഇവിടെ പറയാം, മാമിന് ഞാൻ രഹസ്യമായിട്ട് മെസ്സേജ് ഇടാം. നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോണ്ട് എനിക്ക് കുറെ പ്രൈവറ്റ് മെസ്സേജ് വരാൻ, മാമേ കുറെ പേരുള്ളത് കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്, ഇതാണ് എന്റെ സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ കുറെ Yes. പേരുണ്ട്. അതാ ആ പറയുന്ന ആളുടെ സൗണ്ട് ഇപ്പൊ വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്യാത്തായിരിക്കാം. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കാം, ആ സിറ്റുവേഷനിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് നിങ്ങൾ പറഞ്ഞത് എന്താണ് എന്നുകൊണ്ടാണോ, പറഞ്ഞ ശൈലി കൊണ്ടാണോ? ദാറ്റ് ഈസ്, വാസ് ഇറ്റ് ബിക്കോസ് ഓഫ് വാട്ട് യു സെഡ് ഓർ ഹൗ യു സെഡ്? നിങ്ങൾ പറഞ്ഞ ശൈലി കൊണ്ടാണോ അതോ പറഞ്ഞ വാക്കുകൊണ്ടാണോ? ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പറഞ്ഞ ശൈലി കൊണ്ടാണ്. ശൈലി കൊണ്ടാണ്. അപ്പൊ നമുക്ക് കുറെ ടൈപ്സ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ തെറ്റിദ്ധാരണക്ക് തന്നെ കുറെ ടൈപ്സ് ഉണ്ട്. നമുക്കൊരു 3 മാത്രം ഇന്ന് എടുക്കാം. ഓക്കെ, 3 എടുക്കാം. ഒന്നാമത്തത് വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇല്ലേ, അത് ചില സമയത്ത് നമ്മൾ വല്ലാത്ത വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വേർഡ്സ് പോയി, മറ്റയാളത് കേട്ടു, അയാൾ അത് ധരിക്കേണ്ട രീതിയിൽ ധരിച്ചും കഴിഞ്ഞു. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടീച്ചറും അല്ലെങ്കിൽ വേണ്ട, 2 ഫ്രണ്ട്സിന്റെ കാര്യം എടുക്കാം. എങ്ങനെയുണ്ടടാ ഞാൻ ചെയ്തത് അടിപൊളിയായിട്ടില്ലേ എന്ന് പറയുമ്പോൾ മറ്റേ ഫ്രണ്ട് പറയാം, ഓ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വേർഡല്ലേ?
സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ലെവലിൽ നീ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ലെവൽ വെച്ചിട്ട് നീ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വിചാരിക്കുക, നിന്റെ ലെവൽ വെച്ചിട്ട് നീ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ? അപ്പൊ എന്റെ ലെവൽ എന്താ ഞാൻ വിചാരിക്കുന്നത്? ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണോ? കൊള്ളാലേ, എന്റെ ലെവൽ വെച്ചിട്ടാ. അതെന്താ ഇവൻ അങ്ങനെ പറഞ്ഞു? ശരിക്കും മറ്റേ ഫ്രണ്ട് എന്താ ഉദ്ദേശിച്ചത്? നീ നീന്ന് പറയുന്ന ആൾ ഇത്ര ചെയ്തല്ലോ, അമേസിംഗ് എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ ആ വേർഡ്സ് യൂസ് ചെയ്ത് കണ്ടോ, നിന്റെ ലെവല് എന്ന് പറയുമ്പോഴേക്കും മറ്റേ ആൾ എന്ത് കേട്ടു? ഒരു നെഗറ്റീവ് കേട്ടു. അപ്പൊ റോങ് ചോയ്സ് ഓഫ് വേർഡ്സ് നമ്മൾ വെർബൽ മിസ്കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ട്. റൈറ്റ്? നമ്മൾ വേർഡ്സ്, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്സിന് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അപ്പൊ മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുമാണ്. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് മുമ്പിൻ്റെ ഒരു ട്യൂഷന് പോയി. 10th അല്ലേ, അന്നേരമാണല്ലോ നമ്മൾ നമ്മളെ മക്കളെയൊക്കെ ട്യൂഷനാക്കുക. അങ്ങനെ ആദ്യമായിട്ട് ട്യൂഷന് പോയി. ആദ്യമായി ട്യൂഷന് പോയ എല്ലാ എന്തൂസിയാസത്തോടും കൂടി ഞാൻ മാത്സിൽ ഭയങ്കരമായിട്ട് പഠിക്കാൻ തുടങ്ങി. കാരണം ടീച്ചറെ എനിക്ക് എൻ്റെ കയ്യിലേക്ക് എടുക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ പിന്നെ ബിക്കോസ് ഓഫ് ആക്ച്വലി ആ സാറിനെ കൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ തന്നെ കാരണം. മാത്സിനോട് ഇത് ഇഷ്ടം വന്നു, നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് എടുത്തു. ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്ത് 50ൽ അവൾക്ക് കിട്ടിയത് 49. 50ൽ 49 അവൾക്ക് കിട്ടി, എനിക്ക് 48 കിട്ടി. ഐ എം വെരി ഹാപ്പി. എനിക്ക് 48 കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ മാത്സിന് ഭയങ്കര ടഫ് ആയതുകൊണ്ട് നമ്മൾ ട്യൂഷന് പോയത്. അപ്പോൾ 48 ഔട്ട് ഓഫ് 50 കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ പോയി, സാർ പറഞ്ഞു വെരി ഗുഡ് ലൈല, യു ഡിഡ് ഇറ്റ്, 48 കിട്ടിയില്ലേ, സൂപ്പർ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ അതേ സാർ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ് 49 കിട്ടിയ എൻ്റെ ഫ്രണ്ടിനോട്, എവിടെ പോയി നിന്റെ ഒരു മാർക്ക്? നിന്റെ ഒരു മാർക്ക് എവിടെ പോയി? അത് ചോദിച്ചപ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നേ. എൻ്റെ ഫീലിംഗ് ആയിരുന്നു, എനിക്ക് 48 കിട്ടിയുള്ളൂ, എന്നിട്ട് എന്നോട് ചോദിച്ചില്ലല്ലോ ഇങ്ങനെ. അവൾക്ക് ഒരു മാർക്ക് കുറഞ്ഞപ്പോൾ ഇത് ചോദിച്ചല്ലോ. യു സി ദ മിസ്അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വി ടേക്ക്. കാരണം അവിടെ സാർ ഉദ്ദേശിക്കുന്നത് എന്താ, ലൈല മിഞ്ഞാന്ന് വന്നതാ, എന്നിട്ട് 48 കിട്ടിയില്ലേ, കുഴപ്പമില്ല, യു ആർ അമേസിങ് ഡൺ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. മറ്റേ കുട്ടി ഏകദേശം 1 വർഷമായിട്ട് പോകുന്നതാ, 10th തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ പോകുന്നതാ. അപ്പൊ ആ കുട്ടിയുടെ ഒരു മാർക്ക് സാറിന് ഭയങ്കരമായിരിക്കും. സോ അവിടെയും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വേർഡ്സ് ആയിരിക്കും, പക്ഷെ എങ്ങനെ ഓരോരാൾ ചിന്തിക്കും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതാണ് വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇനി നോൺ വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ സൗദ മാം ആദ്യമേ പറഞ്ഞു. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ കൈ, നമ്മളുടെ കണ്ണ്, നമ്മളുടെ എക്സ്പ്രഷൻ, നമ്മളുടെ സ്മൈല് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു മാനേജർ, ഒരു ടീം മെമ്പർ, ഓക്കെ, മാനേജർ പറഞ്ഞ എല്ലാ ജോലിയും ടീം മെമ്പർ ചെയ്തു. ടീം മെമ്പർ സോ ഹാപ്പി ദാറ്റ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മാനേജറോട് പോയിട്ട് ഇത് പറയേ വേണ്ടു. മാനേജർ ഓ വാവ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൈയടിക്കുമെന്ന് വിചാരിക്കും. ആള് പോയിട്ട് ഇതൊക്കെ പറയുമ്പോൾ മാനേജർ ലൈക്ക് ഓക്കെ ചെയ്തല്ലേ, ഓക്കെ 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 ചെയ്തല്ലേ, ഫൈൻ ഫൈൻ ഫൈൻ. ആകെ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മാനേജർക്ക് ഇയാളുടെ പണി മാത്രമായിരുന്നില്ല അല്ലേ, മാനേജർക്ക് കുറേ ആളെ മാനേജ് ചെയ്യാനുണ്ട്. പ്ലസ് ഒരുപാട് മീറ്റിംഗ്സ് ഇങ്ങനെ ചെയിനിലുണ്ട്. ഇയാൾ ആകെ ടയേർഡ് ആയതുകൊണ്ട് ഹി വാസ് ലൈക്ക് ആ ചെയ്തല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ടയേർഡായിട്ട് ഇരുന്നിട്ട് ഓക്കെ 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 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ടീം മെമ്പർ അത് എങ്ങനെ എടുത്തു? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മാനേജർക്ക് അത് ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് വെരി ഗുഡ് എന്നൊക്കെ ഒന്ന് പറയുമായിരുന്നു. പക്ഷെ ഇയാൾ ഇവിടെ എന്തായിരുന്നു സംഭവം? ആള് ടയേർഡായി പോയതാണ്. സോ ദാറ്റ് ഈസ് നോൺ വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മൾ അവെയർ ആവുമ്പോൾ എന്താ ഗുണം? ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മൾ ഇനി എത്ര ടയേർഡ് ആയാലും ഈ പറഞ്ഞതുപോലെ സൗദ മാം പറഞ്ഞത് ഒരു പുഞ്ചിരി കൊടുക്കാത്തതിൽ തെറ്റിദ്ധാരണ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? വി ആർ ടയേർഡ്, ഓക്കെ ശരിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട ജെസ്റ്റേഴ്സും പോസ്റ്റേഴ്സും കീപ്പ് ചെയ്യുന്നില്ലെങ്കിലും വി ഗെറ്റ് മിസ്അണ്ടർസ്റ്റുഡ്. അടുത്തതാണ് കോണ്ടെക്സ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയം, സാഹചര്യം, ആ എൻവയറമെന്റ്, നമ്മളുടെ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതിനൊരു എക്സാമ്പിൾ എന്ത് പറയാം? ലെറ്റ്സ് ടേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ് ഭാര്യയ്ക്ക്.
ലഞ്ച് ബ്രേക്ക് സമയത്ത് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം കേട്ടോ. ഹസ്ബൻഡിന്റെ ലഞ്ച് ബ്രേക്ക് സമയത്ത് നീ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ. അപ്പൊ തൊട്ട് വൈഫ് എന്തായിരിക്കും, ലഞ്ച് ബ്രേക്കിന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനെന്തോ ചെയ്തോ, എന്തായിരിക്കും, ഇയാളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമോ, അയ്യോ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ വിളിക്കാൻ പറയില്ലല്ലോ. അങ്ങനെ ആദ്യ കയറി ലാസ്റ്റ് ലഞ്ച് ബ്രേക്ക് സമയമായി, പെട്ടെന്ന് തന്നെ വിളിച്ചു. യെസ്, എന്താ വിളിക്കാൻ പറഞ്ഞേ? അപ്പൊ പറഞ്ഞതാണ് എന്താ, അല്ല ഒന്നുമില്ല, ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് ഡിന്നറിന് പോകാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, സോ വിൽ ഗോ ഫോർ ഡിന്നർ, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രാവിലെ ഈ ഒരു 11 മണി തൊട്ട് ഈ ലഞ്ച് ബ്രേക്ക് വരെ ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു? ഓൾ കൈൻഡ്സ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ്? ഇയാൾക്ക് ഈ ഉച്ചക്ക് വിളിക്കണമെന്ന് പറയുന്ന സമയം കൊണ്ട് ആ മെസ്സേജ് ഇട്ടാ പോരായിരുന്ന? അവിടെ കോണ്ടെക്സ്റ്റ് കാരണം എന്തൊക്കെ സംഭവിച്ചു? മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആ വൈഫിന്റെ ആ സമയത്ത് ആ ഇമോഷണൽ അല്ലെ, ഇമോഷൻസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുക. കാരണം പല പല ചിന്തകളുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് ആള് ചിന്തിച്ച് കൂട്ടുകയായിരുന്നു എന്തൊക്കെയായിരിക്കും. സോ ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറച്ച് 2-3 എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അധിക തെറ്റിദ്ധാരണയും മനഃപൂർവ്വമൊന്നുമല്ല, അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കാരണമാണ്. ആണോ അല്ലയോ? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ പറയുന്നത്, പബ്ലിക് സ്പീക്കിംഗ് വെറും സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ മാത്രമല്ല, അത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് ആവശ്യമുണ്ട്. കാരണം അതിലെങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോൾ നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആവണം, എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യണം. ഇത് എൻ്റെ വായി, എൻ്റെ വർത്തമാനം, എൻ്റെ സൗണ്ട് ഞാൻ തോന്നുന്ന പോലെ സംസാരിക്കും, അങ്ങനെയല്ല. കോൺഷ്യസ് ആയിട്ട് എങ്ങനെ നമ്മൾ സംസാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗിൽ വന്ന എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് വിത്ത് പാർട്ട്ണർ ബെറ്റർ ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല മാം, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ മാറിയപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഷ്യസ് ആവുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. പറയേണ്ടത് കൃത്യമായി സംസാരിക്കാനും കഴിയുന്നുണ്ട്, അതേപോലെ ഫീഡ്ബാക്ക് വാങ്ങാൻ, അങ്ങനെ ലൈക്ക് എങ്ങനെയായിരിക്കും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, ഞാൻ എങ്ങനെയാ സംസാരിച്ചതെന്ന് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ അൺകോൺഷ്യസ് ആയി ചെയ്യുന്ന ചില പാറ്റേൺസ് നോക്കാം. നമുക്ക് അറിയുന്നില്ല, നമ്മളിപ്പോൾ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല, പക്ഷെ നമ്മളൊക്കെ ഇത് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി ഇതൊക്കെയാണ് തെറ്റിദ്ധാരണക്ക് സഹായിക്കുന്ന കുറെ പാറ്റേൺസ്. ഓക്കെ, അതിൽ ആദ്യം എന്താണെന്നറിയോ? എന്താണ്? സൈക്കോളജി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് നോക്കാം. സൈക്കോളജി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾ എന്താണ് പറയുന്നത് എന്നല്ല കേൾക്കുന്നത്. ഒരാള് എന്താണ് പറയുന്നത് എന്നല്ല അവർ കേൾക്കുന്നത്. മറ്റയാൾ എന്താ കേൾക്കുന്നതെന്നറിയോ? അവരുടെ ബ്രെയിന് ഫിൽട്ടർ ചെയ്ത് ഉള്ളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യം മാത്രം കേൾക്കുക. അപ്പൊ നമ്മളെന്തോ സംസാരിക്കുമ്പോൾ ഇത് ബ്രെയിനിലേക്ക് പോയി, ബ്രെയിനിന് ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഇത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ബ്രെയിൻ എന്തൊക്കെ ഫിൽട്ടർ ചെയ്യും? ബ്രെയിന് നമ്മളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യും. നമ്മളുടെ ആ സമയത്ത് ഇമോഷൻ അനുസരിച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യും. കേൾക്കുന്നതൊക്കെ സെയിം വേർഡ്സ് ആയിരിക്കും, പക്ഷെ ഇതൊക്കെ ബേസ് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഉള്ളിൽ കയറുക. സപ്പോസ് ഒരാൾക്ക് ഭയങ്കര ഇൻസെക്യൂർ ഫീലിങ്സ് ഉണ്ട്. ഇൻസെക്യൂർ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, എന്നെക്കൊണ്ട് ഇതാവുമോ എന്നൊക്കെയുള്ള ഫീലിംഗ് ഒക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, നിന്നെക്കൊണ്ട് ഉള്ളിൽ ഓൾറെഡി ആ വിശ്വാസം ഉണ്ട്. ഒരാൾ എക്സ്റ്റേണലി വന്നിട്ട് പറഞ്ഞാൽ മതി, നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ? സന്തോഷം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ചോദിച്ചതായിരിക്കും, നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ? അപ്പോഴേക്കും ആളുള്ളിലേക്ക് എന്താ എടുക്കുക? എന്നെ ക്രിട്ടിസൈസ് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും സംഭവം, നമ്മൾ ഓൾറെഡി ആ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് കേൾക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് റിജക്ഷൻ ആണ്. നിങ്ങൾ തന്നെ ഉള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, ഐ വിൽ ബി റിജക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ യു ആർ റിജക്റ്റഡ് എന്ന് ഭയങ്കര ഹാർഷായിട്ട് പറഞ്ഞാലും നമ്മൾ പറയും താങ്ക് യു. അപ്പൊ നമ്മളുടെ ഉള്ളിലെ നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുതരിക. നമ്മൾ എന്താണോ എടുക്കുന്നത് അത് തന്നെ നമ്മൾ കേൾക്കുക. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കുന്നു. പിന്നെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയല്ല കാര്യങ്ങൾ നടക്കുക.
നമ്മൾ പറയാറില്ലേ, എനിക്ക് അറിയായിരുന്നു അവിടെ പോയാൽ ആൾ ഇങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെ പറയും. കാരണം എന്താ, ആൾ എന്ത് പറഞ്ഞാലും നമ്മളെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് കേൾപ്പിച്ചു തരാം. നേരെ തിരിച്ചൊന്ന് ചിന്തിക്കാൻ നോക്കിയാൽ വേറെയും കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഒരേ കാര്യം നമ്മൾ 2 പ്രാവശ്യം ബുക്ക് തന്നെ എടുക്ക്. നിങ്ങളൊരു ബുക്ക് വായിക്ക്. ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കിട്ടും. രണ്ടാമത് അതേ സെന്റൻസ് വായിക്കുമ്പോൾ വേറൊരു കാര്യം വരും. എന്താ? കാരണം ആദ്യം വായിക്കുമ്പോഴുള്ള ഫിൽട്ടർ അല്ല, ആ ഫിൽട്ടർ മാറിയിട്ടുണ്ടാവും, വേറെ ഫിൽട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. യെസ്. ഇപ്പൊ ഞാൻ തന്നെ ആദ്യകാലത്ത് ഞാൻ ഈ ട്രെയിനിങ് കോച്ചിങ് ഫീൽഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ കോഴ്സിന്റെ ഒക്കെ ഫീസ് കേൾക്കുവേ, 1,50,000 രൂപക്ക് 1 മാസത്തെ കോഴ്സ് 1,50,000 രൂപക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ, എന്റെ പടച്ചോനെ, 1,50,000 രൂപക്ക് കോഴ്സാ, വീട് പണിതൂടെ? എന്തുകൊണ്ടായിരുന്നു? എന്റെ ബ്രെയിനിന്റെ ഫിൽട്ടർ അങ്ങനെയായിരുന്നു. 1,50,000 രൂപക്ക് വീട് പണിതാ പോരെ, 1,50,000 രൂപക്ക് വീട് തുടങ്ങി വെച്ചൂടെ എന്നുള്ള ഫിൽട്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറേ ക്ലാസ്സസും കോച്ചിങ്ങും ഒക്കെ കഴിയുമ്പോൾ നമ്മളെ ബ്രെയിനിലെ ഫിൽട്ടർ മാറി, ആ ഫിൽട്ടർ മാറി. റൈറ്റ്? ഇപ്പൊ 1,50,000 രൂപക്ക് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 1,50,000 രൂപ ഉണ്ടല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, അതിലെന്തൊക്കെയാ ബെനിഫിറ്റ്സ്, അങ്ങനെയാ ചോദിക്കാം. മറ്റേത് 1,50,000 രൂപ എന്ന് പറയുമ്പോ കണ്ടും വഴി ഓടിയിട്ടുണ്ടാവും. ചോദിക്കാനേ നിൽക്കൂല, നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്, ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് ചോദിക്കാനേ നിൽക്കൂല, ഓടുക, അങ്ങ് ഓടുക. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഫിൽട്ടർ മാറിയത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ വേറൊരു ഫിൽട്ടർ ഉണ്ട്. അതെന്തായിരിക്കും? ഇന്നിപ്പോ നിങ്ങൾ പറയാണ് 1 മാസത്തെ കോഴ്സ് ഉണ്ട്, 1 കോടി രൂപയാ ഫീസ്. 1 മാസത്തെ കോഴ്സ് ഉണ്ട്, 1 കോടി രൂപയാ ഫീസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കണ്ടും വഴി ഓടും. ആ ഫിൽട്ടർ, മറ്റേ ഫിൽട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ആ ഫിൽട്ടർ മാറണമെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആ ഫിൽട്ടർ മാറുക. സോ ഓൾ യുവർ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ തലച്ചോറ് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുതരുന്ന കാര്യമാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊന്നും അല്ല. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എക്സാമിന് തോറ്റപ്പോ തന്നെ കുട്ടി ഡൗൺ ആയി അല്ലേ, മാർക്കില്ലാത്തോണ്ട് വിഷമായി, ഓക്കെ, വീട്ടിലേക്ക് വന്നു. അതിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്താ ഇത്, നിനക്ക് നല്ലോണം പഠിച്ചൂടെ, എന്താ നിന്റെ ഉദ്ദേശം, തീരെ മാർക്കില്ലല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ, പാവ ഉമ്മയാണ്. ആകെ പറഞ്ഞ, നിനക്ക് നല്ലോണം പഠിച്ചൂടെ കുട്ടി, തീരെ മാർക്കില്ലല്ലോ എനിക്ക്, എന്താ ഇപ്പൊ ചെയ്യാ, അത്രേ ഇല്ലൂ. പക്ഷെ കുട്ടി എന്താ കേൾക്കുക, ഒന്നാമത് നമ്മളെ ഇമോഷൻ എന്താണ്, സാഡ് ഇമോഷനാണ്, ഓൾറെഡി ഡൗൺ ആണ്, സങ്കടപ്പെട്ടിട്ടാ ഉള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഉമ്മാരെ വാക്കും കൂടിയും കേൾക്കുമ്പോൾ കുട്ടി കേൾക്കുന്നു, ഉമ്മ പറയുന്നത് എന്താണ്, നന്നാവാൻ വേണ്ടി ഒരു ഇന്റൻഷനേ ഉള്ളൂ, മോനെ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിക്കണേ, എന്തേ പഠിക്കാത്ത, പഠിക്കണേ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടിയുടെ ബ്രെയിന് ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്, നിന്റെ ഉമ്മ നിന്നോട് എന്താ പറയുന്നത്, നീ ഒന്നിനും കൊള്ളാത്തനാണ്, നീ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, നീ ഇത്രയും പഠിച്ചിട്ട് ഇത്ര മാർക്ക്, അതിന്റെ അർത്ഥം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്നാ. ഇത്രയും കാര്യങ്ങൾ ബ്രെയിന് ഫിൽട്ടർ ചെയ്ത് കൊടുക്കും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഇമോഷൻ എന്താണെന്നും കൂടി അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. ഇതൊക്കെ നമ്മൾ പറയുമ്പം വിചാരിക്കുമോ, പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കാം, എന്തെങ്കിലും കാര്യം പറയാൻ നിൽക്കുമ്പോൾ ഇയാളുടെ ഇമോഷൻ നോക്കി നിൽക്കല്ല ഞാൻ. ആ ഇമോഷനൊക്കെ നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ആ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണെന്നും അതിനനുസരിച്ച് ഞാൻ എങ്ങനെ സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മളിനി ഇങ്ങനെ അടുത്ത ജനറേഷനില്ലേ, നമ്മളുടെ ജെൻസിയും ആൽഫയും ബീറ്റയും ഗാമ എന്നെല്ലാം പറഞ്ഞ കുറെ മക്കൾ ഇങ്ങനെ അടുത്തടുത്ത തലമുറകൾ വരുന്നില്ലേ. അപ്പൊ നമുക്കിങ്ങനെ തന്ത വൈബും തള്ള വൈബും പോലെ ഒന്നും സംസാരിക്കാൻ പറ്റൂല. അവരോട് സംസാരിക്കണമെങ്കിൽ കുറേ ചിന്തിച്ച് അറുത്ത് മുറിച്ച് കോൺഷ്യസ് ആയി സംസാരിച്ചാൽ മാത്രമേ അവരെ നമ്മളെ കയ്യിലേക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അവർ പറന്നു പോകും. അപ്പോൾ നമ്മൾ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു സെന്റൻസ് പറയാം. എനിക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരണേ. ഫസ്റ്റ് സെന്റൻസ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മനസ്സിലായത്? സൗദ മാമിന് എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗൗരവമുള്ള എന്തോ കാര്യം പറയാനാണ്. യെസ്, എന്തോ സീരിയസ് ആയ കാര്യാ. ഇനി ഞാൻ അതേ വിഷയം പറയാം. എനിക്ക്
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹാപ്പി മോഡ്. ആ. പക്ഷെ പറഞ്ഞ വാക്ക് സെയിം ആണോ? എനിക്ക് നിന്നോടൊരു എന്താ? കാര്യം പറയാനുണ്ടെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ ടോണ് മാറുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തല്ലേ, ഇത് അങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും. ആണോ? ഇതിൽ ഏത് കേൾക്കുമ്പോഴാ നിങ്ങൾക്കൊരു ശ്ശോ, സമാധാനം തോന്നിയത്? രണ്ടാമത് പറഞ്ഞേക്ക്. രണ്ടാമത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവർക്കും ഇഷ്ടപ്പെടുക ഈ രണ്ടാമത്തെ സ്റ്റൈലിൽ പറയേണ്ടതായിരിക്കും. പറയേണ്ട സമയത്ത് പറയണം, ദാറ്റ് ഇസ് ദെയർ. പക്ഷെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന ടോൺ, അതായത് ഞാനിപ്പോ എന്താ പറഞ്ഞത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നല്ലേ പറഞ്ഞേ, പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥവും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥവും വ്യത്യാസമുണ്ട്. യെസ്. സോ ഇങ്ങനെ നമ്മളുടെ ടോണ് മാറുന്നതിലാണ് അടുത്ത തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ശരിക്കും എന്താ അതിന്റെ അർത്ഥം? സത്യാണോ എന്നുള്ളത്. അന്നേരം മറ്റേത് ശരിക്കും നോണയാണോ ഈ പറഞ്ഞെന്നുള്ളത്. രണ്ടും ശരിക്കും അല്ലേ? അർത്ഥം മാറുന്നുണ്ടോ? അടുത്തത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോണയാണോ പറഞ്ഞെന്ന് ഉറപ്പാക്കി. നെക്സ്റ്റ് തിങ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീയാ ഇത് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും വിശ്വസിക്കാൻ പറ്റുന്ന ടോണ്, ആ ഒരു സ്ട്രെസ് മാറുമ്പോഴേക്കും അവിടുത്തെ അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ വേർഡ്സ് സെയിം ആണെങ്കിലും ടോണ് മാറുമ്പോൾ അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ പറയുന്ന രീതിയിലാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെക്കാളും നമ്മൾ ഡെലിവർ ചെയ്യുന്ന ആ സ്റ്റൈല് കൊണ്ടാണ് കൂടുതലും തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ മെയിൻ കാരണങ്ങൾ. ഒന്ന്, നമ്മളുടെ സംസാര ഡെലിവറി സ്റ്റൈല്, നമ്മളുടെ സൈക്കോളജി, അപ്പോഴത്തെ ഇമോഷൻ, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ വോയിസ് മോഡുലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. ഈ സ്കിൽസ് ഒക്കെയാണ് ശരിക്കും നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ടു ഹെൽപ്പ് യു പ്രാക്ടീസ് ദ കറക്റ്റ് വോയിസ്, ടോൺ, ഫേഷ്യൽ എക്സ്പ്രഷൻ. നമ്മൾ കുറേ ടാസ്കുകൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ വരുന്ന ആ മുഖശൈലിയൊക്കെ മാറി നിങ്ങളൊരു റെസ്പെക്ട്ഫുൾ ആയ ഒരാളായി മാറുന്നു. സംസാരിക്കുമ്പോൾ പീപ്പിൾ ഫീൽ ലൈക്ക് ലിസ്ണിങ് ടു യു. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്, കാരണം നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നില്ല. സോ നമുക്കിനി കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് ഡൈവ് ഇൻ ചെയ്യാം. വൈ പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് us? എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കാം. ഒന്ന്, ഫിയർ ഓഫ് സ്പീക്കിംഗ് എന്ന് പറയും. അതായത് ഇപ്പൊ എൻ്റെ ഫ്രണ്ട് റസീന എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്, സ്കൂളിൽ പഠിച്ച എൻ്റെ കൂടെ. ആള് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഭയങ്കര സൈലന്റ്. സ്കൂളിലൊന്നും ഒന്നും മിണ്ടൂല, പൂച്ചക്കുട്ടിയാണ്. ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ മിസ്സേ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ്, പാവം. പക്ഷെ അവളുടെ ഉപ്പ ഭയങ്കര റിച്ചാ. ഓക്കെ, ഭയങ്കര റിച്ചാണ്, ബിസിനസ് മാഗ്നറ്റാന്ന് പറയാം. അങ്ങനെ നമ്മളും വിചാരിക്കും, അയ്യോ എന്ത് പാവം കുട്ടിയാ, ഒന്നും മിണ്ടൂല, ക്ലാസ് നല്ല കുട്ടിയാ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ സ്കൂളിൽ നല്ല കുട്ടി, ടീച്ചറും പറയും നല്ല കുട്ടി, മറ്റേ ഫ്രണ്ട്സും പറയും നല്ല കുട്ടി. അങ്ങനെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടിൽ പോയി. ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോഴും ഇതേപോലെ ഒന്നും മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടി. അങ്ങനെ ഭർത്താവിന്റെ വീട്ടുകാർ തെറ്റിദ്ധരിച്ച വേറൊരു കാര്യമാണ്, ഉപ്പാക്ക് കുറേ സ്വത്തും പണവും, ഭയങ്കര ബിസിനസ്മാൻ, അതിന്റെ അഹങ്കാര. ആണോ? അവളെ ചെറുപ്പത്തിലേ അറിയുന്ന എനിക്കറിയാം, അവൾ ഇങ്ങനെ തന്നെയാണ് സ്കൂളിൽ ഉണ്ടായത്. അത് അവളുടെ ഒരു നേച്ചറാ. നേച്ചറാണ്. ബിക്കോസ് അവൾക്ക് ഒരാളോട് സംസാരിക്കാൻ പേടിയാണ്, സ്പീക്കിംഗ് അപ്പ് പേടിയാണ്, അവൾക്ക് സൈലൻസ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല, അവിടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കും, ഫിയർ ഓഫ് സ്പീക്കിംഗ് അപ്പ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും? ആരും ഇങ്ങനത്തെ കഥകളൊന്നും പറയൂല, എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മറ്റുള്ളവർ അറിയൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എപ്പോഴെങ്കിലും ജീവിതം സംഭവിച്ചിട്ടുണ്ടോ?
അധികം സംഭവിക്കുന്ന ഓഫീസിൽ സംഭവിക്കും കേട്ടോ. സംതിങ് ലൈക്ക് ഒരു പുതിയൊരു വർക്ക് പുതിയൊരു ആളെ ഹയർ ചെയ്തു എന്ന് വിചാരിക്കും. ആളുടെ ബ്രെയിന് ഭയങ്കര ഫ്രഷ് ആയിരിക്കും അല്ലേ, ഒരുപാട് ഐഡിയാസ് ഒക്കെ കാണും. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ബിസിനസ് ഇങ്ങനെ ചെയ്യാം, കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പോയി ഇരുന്ന് ഭയങ്കര ഇഷ്ടമാണ്, ആ പ്രോജക്റ്റിലൊക്കെ പങ്കെടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ഐഡിയാസ് വരുന്നുണ്ട് തലകത്ത്. പക്ഷെ സംസാരിക്കാൻ പേടിയാ. ഇതെങ്ങനെ പറയും, ഇത് പറയണ്ടേ, വായി തുറന്ന് പറഞ്ഞാലല്ലേ മനസ്സിലുള്ളത് അറിയുന്നേ. പക്ഷെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. അത് ചെയ്തൂടെ, ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ ആവൂലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാണ്. പക്ഷെ ഫിയർ ഓഫ് സ്പീക്കിംഗ്. അങ്ങനെ നമ്മളുടെ ഓഫീസിൽ ബാക്കി എല്ലാവരും സംസാരിക്കുന്നു, നമ്മളിങ്ങനെ ഫിയർ ഓഫ് സ്പീക്കിംഗ് വെച്ചിട്ടിരിക്കുന്നു. എന്നാലോ നമ്മളുടെ തലക്കകത്തായിരിക്കും ഇവരെക്കാട്ടി ഐഡിയാസ് കിടക്കുന്നത്. നമ്മളത് മിണ്ടാതിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ 1 to 1 സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. നമ്മൾ നമ്മളുടെ തൊട്ടടുത്ത ബോസ്, നമ്മുടെ നേരെയുള്ള ബോസിനോട് പോയിട്ട്, പിന്നെ നേരത്തെ മീറ്റിങ്ങിൽ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് എന്തൊക്കെയോ പേടിയായിട്ടാണ്, ആക്ച്വലി ഇങ്ങനെ ചെയ്തുകൂടെ, നിങ്ങളുടെ എല്ലാ പ്ലാൻസും ആർക്ക് പറഞ്ഞു കൊടുക്കും, ഈ നമ്മളെ നേരെ മേലെയുള്ള ബോസ്, നമ്മളെ മാനേജറിനോ ആരാന്ന് വെച്ചാൽ ആൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ ആളാണെങ്കിൽ നല്ല അടിപൊളി സ്പീക്കറാ, ഒരു പേടിയില്ല, ഒന്നുമില്ല. ഇയാൾ പോയിട്ട് ആ ഐഡിയ ഇയാളുടെ ഐഡിയ ആയിട്ട് വലിയ ബോസിന് പറഞ്ഞു കൊടുക്കും. സാറേ, എനിക്കിന്ന് മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു കൊടുക്കും. സോ ആക്ച്വലി ഈ കൈൻഡ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതും ഇതൊക്കെ സംഭവിക്കുന്നതും ബിക്കോസ് വി ഫിയർ സ്പീക്കിംഗ്. അപ്പം നമ്മൾ പേടിക്കാൻ പാടില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇഫ് യു ഡോണ്ട് സ്പീക്ക് അപ്പ്, പീപ്പിൾ ക്യാൻ മിസ്അണ്ടർസ്റ്റാൻഡ് യു. ആണോ അല്ലയോ? വേറൊന്ന് നോക്കാം. അണ്ടർ എക്സ്പ്രഷൻ എന്ന് പറയാം. എക്സ്പ്രഷൻ, ഒരു അൺക്ലിയർ എക്സ്പ്രഷനെ കുറിച്ച് സംസാരിക്കാം. പൊതുവേ നമ്മൾ പറയും, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ പറയെ വർത്താനം പറയാനായിരിക്കും ഇഷ്ടം. ഇങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ടെൻഷൻ ഇങ്ങനെ, നിനക്കറിയോ ഇതിങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇത് അങ്ങനെ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം. ഇപ്പോൾ ഒരാശ്വാസം, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. പക്ഷെ ആണുങ്ങളുടെ സൈക്കോളജി പ്രകാരം അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർക്ക് വല്ലാണ്ട് ടെൻഷൻ കൂടിയ കുറച്ചു നേരം ഒന്ന് സൈലന്റിലിരിക്കണം, ഒന്ന് കാംനെസ് ഫീൽ ചെയ്യണം, ഒന്ന് ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ഫീലിങ്ങിലായിരിക്കും. അപ്പോൾ ഒരു ഹസ്ബൻഡ് ഭയങ്കര ടെൻഷൻ അടിച്ചൊരു സമയത്ത് വൈഫിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങനെ ഓടി വരിക, എന്തൊക്കെയോ പറയാ. അന്നേരം കുറച്ച് സമയം കേട്ടിട്ട് ഇയാൾ പറയാണ്, കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് വിടുക എന്നെ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. സിമ്പിൾ, ഇത്രയേ പറഞ്ഞുള്ളൂ, കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് വിടണേ, ഞാനൊന്ന് അലോൺ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്നിട്ട് ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഈ ഭാര്യ എന്താ കേട്ടതെന്നറിയോ? നീ ഒന്ന് എന്നെ വെറുതെ വിടുവോ, നിന്നെ കൊണ്ട് എനിക്ക് തലവേദനയാണ്, എൻ്റെ ചുറ്റും ഇങ്ങനെ ഈ തേനീച്ചനെ പോലെ നീ എന്തിനാ ഇങ്ങനെ പറക്കുന്ന, കുറച്ച് സമയം ഒന്ന് അപ്പുറം പോയി ഇരുന്നേ. ഇത്രയും കാര്യങ്ങൾ ഭാര്യ കേട്ടു. അവിടെ എന്താ സംഭവിച്ചത്? അൺക്ലിയർ എക്സ്പ്രഷൻ. കാരണം ഹസ്ബൻഡ് കാണിക്കുന്ന എക്സ്പ്രഷൻ എന്താ, കുറച്ച് സമയം ഒന്ന് എന്നെ വെറുതെ വിടുവോ. അപ്പൊ അവരുടെ എക്സ്പ്രഷൻ നമ്മൾ കാണുന്നില്ല, നമ്മളത് തെറ്റിദ്ധരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് നമ്മളുടെ ക്ലിയർ ഫീലിങ്സ്, നമ്മളുടെ കറക്റ്റ് ഫീലിങ്സ് നമ്മളുടെ എക്സ്പ്രഷനിൽ വരുന്നില്ലെങ്കിലും നമ്മളെ ഫീലിംഗ് മറ്റേ ആൾ വായിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. റൈറ്റ്. അടുത്തതാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ചില ആള് നമ്മളോട് ഇപ്പോൾ മോട്ടിവേഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ മോട്ടിവേഷൻ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, ആ ഒരു ക്ലാസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വരുന്ന ഒരു ഒന്നൊന്നര ഞാനായിരിക്കും, അല്ലെ ഇനി ലോകം എൻ്റെ കാൽച്ചുവട്ടിലാണ്, ഞാൻ ഇപ്പൊ ഇതിനെടുത്ത് മറിച്ചിടും തിരിച്ചിടും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആണോ ഇല്ലയോ? മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരിക്കും ഞാൻ ഇനി മറ്റേ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. വീട്ടിൽ വന്നിട്ട് ഒന്ന് കുളിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടെൻഷൻ അടിക്കേ വേണ്ട. ആർക്കാ പ്രശ്നം ഉണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, ഒന്ന് വീട്ടിലേക്ക് വന്ന് ഒന്ന് കുളിക്കുക, ഒന്ന് കിടന്നുറങ്ങുക, രാവിലെ നമുക്ക് എല്ലാം സെറ്റാവും. നിങ്ങൾ എന്താണോ ഇന്നലെ ഉണ്ടായത് ആളെന്നായി മാറിക്കോളും. അപ്പൊ ആക്ച്വലി അവിടെ സംഭവിക്കുന്ന എന്താ അറിയോ, നമുക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ഒരാളെ കാണുമ്പോഴുള്ള ആ കോൺഫിഡൻസിൽ നമ്മളിങ്ങോട്ട്, പക്ഷെ ആക്ച്വലി അതും നമ്മളെ തെറ്റിദ്ധാരണ തന്നെയാണ്. നമ്മൾ വെറുതെ അങ്ങോട്ട് വിചാരിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ജസ്റ്റ് ആളുടെ ഒരു ഫീലിംഗിൽ നമ്മൾ അങ്ങോട്ട് എത്തുകയാണ്. ദാറ്റ്സ് ഓൾ.
ഇനി നമുക്ക് ഒരു എക്സസൈസ് ചെയ്താലോ? പ്രൈമിങ് എക്സസൈസ് എന്ന് വിളിക്കും അതിനെ. ഈസിയാണ്, ഒന്നുമില്ല, ആരും വീഡിയോയിലില്ല. എൻ്റെ പ്രിയപ്പെട്ട സൗദമ്മ മാത്രം വീഡിയോയിലിരുന്ന് പാവം കഷ്ടപ്പെട്ട് എനിക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി ആരും വീഡിയോയിലില്ല. എന്നാലും ആരാ വന്നേ? അതെൻ്റെ സ്വന്തം സൗദമ്മ. അപ്പൊ എൻ്റെ സ്വന്തമായ ആൾക്കാർ മാത്രമേ, ബാക്കി ആരും വരുന്ന കാണുന്നില്ല. എല്ലാവരും ബിസിയാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഇപ്പോ. ഞാന് കിടക്കാണ്, സുഖമില്ലാതെ, അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തത്. ഓക്കെ ഡിയർ, എനിക്കറിയാം. ഓക്കെ. നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ എന്തായാലും പറ്റില്ല എന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ. എന്നാലും പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരുന്നത് വളരെയധികം സന്തോഷപൂർവമായ കാര്യമാണ്. ആർക്കെങ്കിലും ഇവിടെ പ്രൈമിങ് എക്സസൈസ് അറിയോ? അതർ ദാൻ ദ പേഴ്സൺ ഹു അറ്റൻഡഡ് മൈ കോഴ്സ്. പ്രൈമിങ് എക്സസൈസ് എന്താണെന്നറിയോ? യെസ് മാം. പ്രൈമിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിഷ്വലൈസേഷൻ എക്സസൈസ്. ഓക്കെ. അപ്പൊ നമ്മൾ കുറേ നേരമായി തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് സൈഡിലേക്ക് ഇങ്ങനെ ചിന്തിക്കും. നമ്മളെല്ലാ തെറ്റിദ്ധാരണകളും ആ തലരുള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ടേ നമുക്കൊരു പോസിറ്റീവായ കാര്യത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് നെറ്റിയുടെ മേലെ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് തലയുടെ ബാക്കിൽ വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി. നല്ല ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. സ്വസ്ഥമായിട്ടിരിക്കുക. ഓക്കെ. കണ്ണുകൾ സ്ലോലി ഇങ്ങനെ മുറുക്കി അടച്ച്, ആ കണ്ണെന്നെ വിചാരിക്കാൻ പാടില്ല ഇതെന്ത് പണിയാന്നൊന്നും വിചാരിക്കരുത്. സമാധാനമായിട്ട് കാമായിട്ട് കണ്ണുകൾ അടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കാത്ത ഒരു സിറ്റുവേഷൻ, ഒരു ഗോള്, നിങ്ങളുടെ ഒരു വിഷൻ കാണുക. നിങ്ങളെ തന്നെ കാണുകയാണ്. ഒരു ഐഡിയൽ ഡേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ദിവസത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ. നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് ശരീരത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്താണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ഒന്ന് സൈലന്റ് ആയിട്ട് ശരീരത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. നിങ്ങളത് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സംഭവം നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയൽ ഡേ, നിങ്ങളുടെ സ്വപ്നം കാണുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫീലിംഗ് നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സന്തോഷവും ആ പ്രൗഡ്നെസ്സും ആ കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ റിയൽ യു നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ ഫീൽ ചെയ്യാണ്. ആ സന്തോഷമൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യാണ്. ഓക്കെ. നന്നായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഐഡിയൽ ഡേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണേണ്ടത് നിങ്ങളുള്ള ഒരു സാഹചര്യം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, അവരുടെ സംസാരം, അവരുടെ കളിചിരികൾ, അവരുടെ സന്തോഷം ആൻഡ് യുവർ ഹാപ്പിനെസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളോട് തന്നെ പറയാം, ദിസ് ഈസ് യുവർ ന്യൂ റിയാലിറ്റി, ദിസ് ഈസ് യുവർ ന്യൂ മീ. ദിസ് ഈസ് യുവർ ന്യൂ റിയാലിറ്റി, ദിസ് ഈസ് യുവർ ന്യൂ മീ. ദിസ് ഈസ് യുവർ ന്യൂ റിയാലിറ്റി, ദിസ് ഈസ് യുവർ ന്യൂ മീ. ഇനി പതിയെ കണ്ണ് തുറന്ന് കൃഷ്ണമണി മാത്രം ലെഫ്റ്റും റൈറ്റും 15 പ്രാവശ്യം അനക്കുക. കൃഷ്ണമണി മാത്രം തല അനക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണമണി മാത്രം ലെഫ്റ്റും റൈറ്റും അനക്കുക ഒരു 15 പ്രാവശ്യം. ഓക്കെ. നമ്മൾ എന്തിനായി ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് ഓഫ് പ്രൈമിങ് എക്സസൈസ്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിൽ ഒരു പാത്ത് ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ ഐഡിയൽ ഡേ എന്ന് പറഞ്ഞ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് തലവര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? തലവര ഇല്ല എന്ന് പറയും. നമ്മളെ തലയിൽ ആ വര വരക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് പ്രൈമിങ് എക്സസൈസ്. അപ്പൊ ഡെയിലി നമ്മൾ ഈ കണ്ണ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിന്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനിലും ന്യൂറോൺസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ യു വിൽ ഫീൽ യെസ്. നിങ്ങൾ വീണ്ടും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു തലയിൽ ഒരു വര വരും. ആ വര വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം? ആ വര നിങ്ങളെ ഓർമ്മിപ്പിക്കും, നിങ്ങളെ ഇങ്ങനെയാണ് ജീവിക്കേണ്ട ആള് എന്നൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിച്ച് തരും. ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പെട്ടെന്ന് ഒരു ഭയങ്കര സങ്കടം വന്നൊരു കാര്യം ആലോചിക്കാൻ പറ്റുമോ?
മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല നടന്നത്, ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മൊമെന്റ്, എന്തും ആവാം കേട്ടോ, ജോലിയിലാവാം, വീട്ടിലാവാൻ, റിലേഷൻഷിപ്പിലാവാൻ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് എന്തായിരുന്നു? സങ്കടം, വേദന. ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇല്ലാതായത്, ലൂസ് ചെയ്തത് എന്തൊക്കെയാണ്? നിങ്ങളുടെ ടെമ്പർ ലൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ദേഷ്യം വന്നിട്ടുണ്ടാവും, നിങ്ങളെ ദേഷ്യം, റെസ്പെക്റ്റ് പോയായിട്ട് സങ്കടം. ഫീൽ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ആരും വിശ്വസിക്കുന്ന മാതിരി ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോയോ? എനിക്ക് പോയോന്നല്ല, പോയി. പോയി. അങ്ങോട്ട് പോയി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്ന് ഇമാജിൻ ചെയ്തേ. ആ നിമിഷത്തില് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ടൂൾസ് കിട്ടും കേട്ടോ. ആ ടൂൾസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ 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 കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു എന്നൊക്കെ, ആ ഫീലിംഗ് ഒക്കെ മാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് സംഭവിച്ചു, കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. പിന്നെ നെറ്റ് ഇഷ്യൂ ആയിട്ടോ, നെറ്റ് ആ ഇഷ്യൂ ആയി. പോയോ? ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു. പോയി വന്നു. ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇടക്കിടക്ക് ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഏൽപ്പിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി, നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല കോൺഷ്യസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ? മാറ്റം സംഭവിക്കോ ഇല്ലയോ? യെസ്, സംഭവിച്ചു കഴിഞ്ഞു. അടിപൊളി. യെസ്, നല്ല മാറ്റം ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് എൻ്റെ വിധി, അതെൻ്റെ വിധിയാണ്, എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ വിധിയാണെന്നാണ് നമ്മൾ പറയാ. പക്ഷെ അത് വിധിയാണോ? ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഈ ടൂൾസ് ഒക്കെ കിട്ടി ഞാനിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നു. അതിന്റെ അർത്ഥം എന്താ? തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വിധിയല്ല, അതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ നമുക്ക് റൈറ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. യെസ്, സ്കിൽസ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. ആ സ്കില്ലാണ് നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിപ്പിക്കുന്നത്, നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മളൊരു മനാൽ റഫീഖ് എന്ന് പറഞ്ഞ മാം ഉണ്ടായിരുന്നു. ആള് റിയൽ എസ്റ്റേറ്റുകാരിയായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നത്. അവര് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ വന്നത് ജസ്റ്റ് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടിയിട്ടാണ്, ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, നമ്മുടെ കോഴ്സിൽ നമ്മൾ ഈ ഒരു വിഷയം എങ്ങനെ 1 മിനിറ്റിൽ സംസാരിക്കാം, എങ്ങനെ 2 മിനിറ്റിൽ സംസാരിക്കാം, അതേ വിഷയം 10 മിനിറ്റിൽ, അതേ വിഷയം 1 മണിക്കൂർ, ഈ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മനാൽ മാമിന് അവിടെ ഉണ്ടായ ഗുണം എന്താണെന്നറിയാം? അവരുടെ റിയൽ എസ്റ്റേറ്റിൽ യൂഷ്വലി അവർ പറയുന്നത്, ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ, സാറേ ഈ ഭൂമി എന്ന് പറയുന്നത് ഇന്ന ആളുടെയാണ്, ഇതിൽ ഇങ്ങനെയാണ്, ഇതിൽ പാട്ടം കൊടുക്കാറുണ്ട്, അത് കുറെ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ആളുടെ സമയം കഴിഞ്ഞ് ആള് പോയിട്ടുണ്ടാവും, കച്ചവടം നടന്നിട്ടുമില്ല. പക്ഷെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലൊക്കെ പഠിച്ചെടുക്കുമ്പോഴേക്കും ആള് പറയുന്നത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് എൻഗേജിങ് രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ? പബ്ലിക് സ്പീക്കിംഗ് വെറും സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ഒരു സ്കില്ല് മാത്രമൊന്നല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം ആവശ്യമുള്ള ഒരു സ്കില്ല് തന്നെയാണത്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ടൂൾസ് നോക്കാം. മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറക്കാനുള്ള ടൂൾസേ, 1, എല്ലാവരും എഴുതി വെക്കാം, ഇല്ലെങ്കിൽ തലടകത്ത് കേട്ടുന്നെങ്കിൽ കേറ്റാ. ഇതിനെ ഫിൽട്ടർ ചെയ്തിട്ടൊന്നും കേട്ടേണ്ട ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കേറ്റാട്ടോ. 1, ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്നും എന്തിനാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നതെന്നും ക്ലാരിറ്റി. ഓക്കെ, കൺസൈസ് ആയിരിക്കണം. ഒരുപാട് വളച്ചു കുത്തി സംസാരിക്കാതെ, അതായത് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാതെ നേരെ തന്നെ മൂക്ക് പിടിക്കാൻ നോക്കുക, കൺസൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്തതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ, എന്തിനാണ് വലിയ കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നത്? വേണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ്, നല്ല ആക്റ്റീവ് ലിസണർ ആവുക. അതായത് നമ്മൾ കേൾക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ആക്കാതെ നല്ലോണം അവരെന്താണ് പറയുന്നത്
അവരെന്താണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നല്ല രീതിയിൽ ലിസൺ ചെയ്യുക. ലിസൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹിയറിംഗ് അല്ല. ഹിയറിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ചെവിയിലൂടെ കേട്ടാൽ മതി. ലിസ്ണിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉള്ളിലേക്ക് എത്തണം. ഉള്ളിലേക്ക് എത്തിക്കുക, അത് നന്നായിട്ട് കേൾക്കുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക, എന്താ പറഞ്ഞത്, ഇങ്ങനെയാണോ, അത് ചോദിക്കാം. അതേപോലെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണല്ലേ, മനസ്സിലായോ? മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യമാണ്. ഒരാൾ എന്തോ സംസാരിച്ചു, എനിക്കിങ്ങനെ എന്തൊക്കെയോ ഫീലിംഗ് വരികയാണ്, ഇതല്ല ഉദ്ദേശിച്ചത്, ഇതന്നെ ആയിരിക്കും. അതിന് പകരം എന്ത് ചെയ്യണം, ആളോട് തന്നെ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ, ഈ പറഞ്ഞ വേർഡ്സ് ഇല്ലേ, നിങ്ങളപ്പോൾ പറഞ്ഞത് ഇത് 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 ഇത്, അപ്പോൾ ഇതല്ലേ, ചോദിക്കാം. ഓക്കെ. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം ശരിയാവണമെങ്കിൽ നമ്മൾ അവയർനെസ് കൂട്ടണം, ഒന്നും കൂടി നമ്മൾ ശ്രദ്ധ കൂട്ടണം. ഇയാൾ എന്താ, ഇയാളുടെ കണ്ണെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ കൈ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, മുഖം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ കുറച്ചും കൂടി അവെയറായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കത് കേൾക്കാൻ പറ്റും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കേൾക്കാൻ പറ്റും. അടുത്തതാണ് എമ്പതി എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ പറയുന്നില്ലേ, എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം സമാധാനം എന്ന്, അതേപോലെ തന്നെയാണ് മറ്റേ ആൾക്കും നല്ല സന്തോഷം സമാധാനം കിട്ടുക നല്ല രീതിയിൽ വർത്താനം കേട്ടാൽ തന്നെയാണെന്നില്ല എമ്പതി നമ്മൾ കീപ്പ് ചെയ്യണം. എനിക്ക് മാത്രമേ അതുള്ളൂ, എനിക്ക് മാത്രമേ മനസ്സുള്ളൂ, അങ്ങനെയൊന്നുമല്ല, മറ്റേ ആൾക്കും അങ്ങനെ ഒരു മനസ്സുണ്ട്, ആൾക്കും കേൾക്കാൻ ഇതന്നെയാ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതാണ് നമ്മൾ റിയാക്റ്റും റെസ്പോണ്ട് എന്ന് പറയും. ഒരു കാര്യം കേട്ടു കേട്ടില്ല എന്നുള്ള രീതിയിൽ ചാടി കടിക്കാൻ പോകരുത്. ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് ആ കോണ്ടെക്സ്റ്റ് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചിട്ട് വേണം അതിനൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ റെസ്പോൺസ് എന്ന് പറയും. നല്ല റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുന്നു. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ട്, ഈ 1 മണിക്കൂറിനുള്ളിൽ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ഒന്നും വെറുതെ വരൂല, അല്ലേ? നമ്മളിങ്ങനെ കേട്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും വരൂല. ഇതിന് റൈറ്റ് ഗൈഡൻസിൽ റൈറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ ആക്ച്വലി നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ വരുന്നവരെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അവർ വിചാരിക്കുന്നത് സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെബിനാറിൽ സംസാരിക്കുമ്പോഴോ ഉള്ള എൻ്റെ മുഖഭാവവും എൻ്റെ കൈയും എൻ്റെ ചിരിയും ഒക്കെയാണെന്നാണ്. അല്ല, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ പഠിക്കുന്ന. ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും എല്ലാം. പിന്നെ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ കോൺഷ്യസ് ആയിട്ട്, അതായത് നിങ്ങൾ എന്താണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ആരോടാ പറയുന്നത് എന്നുള്ളത് ചെയ്താവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ 1 സെക്കൻഡെങ്കിലും എടുത്ത് നിങ്ങൾ ചിന്തിക്കും, ഒന്ന് ഉള്ളിലേക്ക് ചോദിക്കും, ഞാൻ എന്താ പറയുന്നത്, എന്തിനാ പറയുന്നത്, ആരോടാ പറയുന്നത്. അത് ചിന്തിക്കുമ്പോൾ തന്നെ കറക്റ്റ് വേർഡ്സ് വരും, കറക്റ്റ് എക്സ്പ്രഷൻസ് ആയിരിക്കും, അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. സോ ദാറ്റ് you can live a life where you are understood, not misunderstood. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് കേട്ടിട്ടുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ തലരുള്ളിൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത്? ഇതോടുകൂടി നമുക്കിത് നിർത്താം. എന്തു പറയുന്നു? എന്താണ് ഇന്നത്തെ ടോപ്പിക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണ്? ആര് പറയും? നോബഡി? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും. എല്ലാരും പറഞ്ഞു. ആരാ ഇപ്പൊ പറഞ്ഞേ? റെജീന മാം ആണോ? കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കും. ഗുഡ്. ഓക്കെ, ക്ലിയർ ആയിരിക്കാം. നല്ല ക്ലാരിറ്റിയോട് സംസാരിക്കുക. പിന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. അവരോടും എമ്പതി ഉണ്ടാവുക. നമ്മൾ സംസാരിക്കുന്നവരോടും നമുക്കൊരു എമ്പതി ഉണ്ടാവണം. അല്ലാതെ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയും, ഞാനങ്ങ് പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കളയല്ല ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവുന്നു ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഈ 1 മണിക്കൂർ നമ്മുടെ സംസാരത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മളുടെ സംസാരം എന്ന് പറഞ്ഞാൽ എവിടം തൊട്ടുള്ള സംസാരം? പുറത്ത് തൊട്ടിട്ടല്ല, നമ്മളുടെ ഉള്ളിലുള്ള സംസാരം തൊട്ടിട്ട് തുടങ്ങുന്നതാണ്.
നമ്മളെ ഉള്ളിൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് സ്ലോലി നമ്മളെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും. അത് നമ്മളെ വായിലൂടെ അങ്ങോട്ട് വരും. ഉള്ളിൽ തന്നെയാണ് തെറ്റിദ്ധാരണ. അപ്പൊ നമ്മള് അതിനു വേണ്ട ക്ലിയർ ആക്കുക, പണികളൊക്കെ എടുക്കണം. ക്ലിയർ ആക്കുക. അപ്പൊ ഞാൻ ഇനി നമ്മളുടെ കോഴ്സിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സ്ക്രീന് കാണുന്നുണ്ടോ എന്ന് പറയണേ. സ്റ്റക്കായോ? സ്ക്രീൻ ഷെയറിംഗ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ. കാണുന്നുണ്ടോ? യെസ് മാം. അപ്പൊ നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഇനി വരുന്നത് സ്പോട്ട്ലൈറ്റ് സ്പീക്കർ ലെവൽ 1 ആയിട്ടും ദ അഡ്വാൻസ് സ്പീക്കർ ലെവൽ 2 ആയിട്ടുമാണ്. സ്പോട്ട്ലൈറ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഇത് നോർമൽ, അതായത് തീരെ സംസാരിക്കാൻ പേടി, ഭയം, അതായത് നമുക്ക് നമ്മളെ അമ്മായിയമ്മയോട് സംസാരിക്കാൻ അടക്കം പേടിയാ. ഉമ്മ നിങ്ങൾക്ക് ചായ വേണോന്ന് ചോദിക്കാൻ പോലും നമുക്ക് പേടിയാണ്. അങ്ങനെ തീരെ സംസാരിക്കാൻ പേടിയുള്ള ആരാണ് ഇത്ര കാര്യമായിട്ട് എൻ്റെ സ്ക്രീനിൽ വരയ്ക്കുന്നത്? ഏതാ ഈ കുട്ടി? കേൾക്കൂ. അപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ തീരെ സംസാരിക്കുക, അതായത് വി ആർ റിയലി സ്കേർഡ്. ഓക്കെ, നമുക്ക് ഭയങ്കര ഫിയർ ഉണ്ട്. ആ ആൾക്കാർക്ക് ഉള്ളതാണ് ഇത്. മെയിൻലി 5 ലൈവ് സെഷൻസും 5 പ്രീ റെക്കോർഡഡ് സെഷൻസും കിട്ടും. ഓക്കെ, ഇത് ത്രൂ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസും കോൺഫിഡൻസ് ബിൽഡിങ്ങും ഫിയർ ഓവർകം ചെയ്യേണ്ട കുറേ കാര്യങ്ങളും നിങ്ങളുടെ ബോഡി നേരത്തെ ഞാൻ പറഞ്ഞ ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, അല്ലേ, കഥകൾ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ കഥകൾ നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ബാക്കിയെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടാവും. കുറേ കഥകളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് സ്പോട്ട്ലൈറ്റ് സ്പീക്കർ ലെവൽ 1. ഇനി ലെവൽ 2 എന്താണെന്നറിയോ? ലെവൽ 2 ഓൾറെഡി സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് അഡ്വാൻസ് സ്പീക്കർ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച്, ആസ് എ ടീച്ചർ അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. ഇത് ആക്ച്വലി നമ്മൾ കുറേ സെഷൻസ് ഓൾറെഡി കടന്നു പോയതാണ്. ഇതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആൽബർട്ട് മെഹ്റാബിയുടെ കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രകാരമുള്ള രീതിയിൽ പഠിക്കും. അതിൽ എങ്ങനെ കണ്ടന്റ് ക്രാഫ്റ്റിംഗ്, കണ്ടന്റ് ഉണ്ടാക്കൽ, മൊഡ്യൂൾ ക്രിയേഷൻ, സ്റ്റേജിൽ എങ്ങനെയായിരിക്കണം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, വെബിനാർ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്ലസ് ടെക്നോളജി സൈഡും, അതായത് PPT, പോസ്റ്റർ ക്രിയേഷൻ, നമ്മുടെ AI യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാസ്റ്റ് ടോപ്പിക് കണ്ടന്റ് ഉള്ളതാണ്. 10 ലൈവ് സെഷൻസും 12 പ്രീ റെക്കോർഡഡ് സെഷൻസും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. അതിനുശേഷം ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവും. ഇന്ന് രാത്രി ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിരിക്കും. ഇപ്പം ഇതാണ് എൻ്റെ നമ്പർ. യു ക്യാൻ കോൺടാക്ട് മീ എനി ടൈം. ഇന്ന് 12 മണിയുടെ ഉള്ളിൽ ഡിസ്കൗണ്ട് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. ഓക്കെ, അതിന് മുന്നേ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കാരണം എന്താ, അവർ ഫാസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്, ഇന്നത്തെ നമ്മളെ സെഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, ക്വരീസ് ഉണ്ടോ, എന്തുണ്ടെങ്കിലും പറയാം. മാഷാഅല്ലാ, അടിപൊളി പ്രോഗ്രാമിന്. നമ്മളുടെ ആ ശൈലിയാണ് ഏറ്റവും നല്ലത്. ആ പറയുന്ന ആ ഒരു ശൈലിയിൽ മാഷാഅല്ലാ അടിപൊളി. താങ്ക് യു ഡിയർ. എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടോ? ഈ 1 മണിക്കൂർ ഞാൻ എന്തൊരു കഷ്ടമാണ്, എൻ്റെ 1 മണിക്കൂർ പോയി കിട്ടി എന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച സമയത്താണ് എനിക്കിത് കേൾക്കാൻ പറ്റി. താങ്ക് യു മാം. അൽഹംദുലില്ലാ, താങ്ക് യു. ഓൺ ദാറ്റ് നോട്ട്, ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് താല്പര്യം ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് അറിയിക്കാം. എല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണോ ഇവിടെ ഉള്ളത്? ഇല്ലെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഐ ബി ആഡിങ് യു ടു അവർ കമ്മ്യൂണിറ്റി ഓൾസോ. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇതേപോലെ സെഷൻസ് ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ എല്ലാവരും ഇപ്പോൾ 1 മണിക്കൂർ ഇവിടെ ഇരുന്നു. ഇതൊന്ന് ആക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കണേ. ടൂൾസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാട്ടോ. ഐ എം ഹോപ്പിംഗ് ദാറ്റ്. താങ്ക് യു ഡിയർ.